ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാനായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എക്സ്കവേറ്റർ ഓപ്പറേറ്റർമാർ അബ്രോഡ്, അതായത് ഈ ദുബായിലും അതുപോലെ UK-യിലും ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് ദുബായിലേക്ക് വന്നതും ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒരു കമ്പനിയിൽ കയറിയതും എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും എങ്ങനെ പുറത്തോട്ട് വരാം, അല്ലെങ്കിൽ എങ്ങനെ പുറത്തു വരാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഫോർമാലിറ്റികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാനിതിൽ പറയുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഒമാനിൽ സലാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ ഈ കമ്പനിയിൽ, അല്ലെങ്കിൽ ഞാൻ ഒമാനിൽ വന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പരിചയത്തിലാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് പൈസയെല്ലാം കൊടുത്ത്, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിൻ്റെ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ പുറത്തോട്ട് കയറി വരികയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ സാലറി, അതായത് ഒരു നാട്ടിലൊരു 1,00,000 രൂപയുടെ മുകളിൽ സാലറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10,000-70,000 രൂപയുടെ മുകളിൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് നാട്ടിലുള്ളൊരു സെയിം പ്രോഫിറ്റാണ് ഇവിടെ കിട്ടുക. അപ്പോൾ കൂടുതലും ക്യാഷ് കൊടുക്കാതെ നമുക്ക് സുഹൃത്തുക്കളുടെ ബേസിലോ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇവിടെ നല്ല കമ്പനിയാണ്, അവിടെ കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കമ്പനിയാണെന്നുള്ളൊരു നമുക്കൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിങ്ങോട്ട് കയറി വരാം. അല്ലാതെ ട്രാവൽ ഏജൻസിയിൽ കയറി വരുന്നത് കുറച്ചൊന്ന് ആലോചിച്ച്, കുറച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം പഴയതുപോലെയുള്ള ഇപ്പോൾ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കോണ്ടാക്റ്റിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയാണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് വിസയ്ക്ക് ക്യാഷൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കമ്പനി തന്നെ നമുക്ക് ടിക്കറ്റും വിസയും എല്ലാം കമ്പനി തന്നെ എനിക്ക് എടുത്ത് തരിക ചെയ്തത്. അപ്പോൾ അതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് ഇവിടെ 10 വർഷമായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു കോൺഫിഡൻറ്റ് നല്ല കമ്പനിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ആ രീതിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച്